ഇറാനെതിരെയുള്ള അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ അവർക്ക് തന്നെ കനത്ത തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇറാനെതിരെ അമേരിക്ക നടത്തുന്നത് സ്വയം തിരഞ്ഞെടുത്ത യുദ്ധമാണെന്നും ഇതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ US ജനത അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ധനവില വർധനവിന്, ഓഹരി വിപണിയിലെ തകർച്ചയ്ക്കും അപ്പുറം രാജ്യത്തിന്റെ കടബാധ്യതകളും പലിശ നിരക്കുകളും കുതിച്ചുയരുമ്പോഴായിരിക്കും അമേരിക്ക യഥാർത്ഥ പ്രതിസന്ധി നേരിടുകയെന്ന് അരാഗ്ചി ചൂണ്ടിക്കാട്ടി. US നിലവിൽ വാഹന വായ്പ തിരിച്ചടവ് മുടങ്ങുന്നവരുടെ നിരക്ക് കഴിഞ്ഞ 30 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന സാമ്പത്തിക യാഥാർത്ഥ്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കാനായി ഇറാൻ ഉടൻ തന്നെ പുതിയ യാത്രാ സംവിധാനം പ്രഖ്യാപിക്കുമെന്ന് ഇറാന്റെ പാർലമെന്ററി ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷൻ. ഇറാനുമായി സഹകരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് മാത്രമായിരിക്കും ഈ പാതയിലൂടെ കടന്നുപോകാൻ അനുമതി നൽകുക. ഈ പ്രത്യേക സംവിധാനത്തിലൂടെ നൽകുന്ന സേവനങ്ങൾക്ക് കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കുമെന്നും അദ്ദേഹം ശനിയാഴ്ച അറിയിച്ചു. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി ഇറാനെതിരെ സൈനിക നടപടി പിന്തുണച്ച രാജ്യങ്ങൾക്ക് മുന്നിൽ പാത തുറക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹോർമൂസിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതിനിടെ കൂടുതൽ കപ്പലുകൾ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ചൈനയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകളാണ് ഇതിനോടകം ഇറാൻ കടത്തിവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനിൽ USഉം ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് മേഖലയിൽ കനത്ത യുദ്ധ സാഹചര്യം ഉടലെടുത്തത്. തുടർന്ന് ഏപ്രിൽ 8-ന് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടത് സമാധാന ശ്രമങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു. അതേസമയം ഇറാൻ ഇതുവരെ സംയമനം പാലിച്ചിട്ടുണ്ടെങ്കിലും അത് എന്നേക്കുമായി നിലനിൽക്കുന്ന ഒന്നായിരിക്കില്ലെന്ന് ഇറാൻ പറഞ്ഞു. ഇറാനിയൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയുടെ ഉപദേഷ്ടാവാണ് കുവൈത്തിനും UAEക്കും കർശന മുന്നറിയിപ്പ് നൽകിയത്. ഈ രാജ്യങ്ങൾ തങ്ങളുടെ പ്രദേശം ഇറാന്റെ ശത്രുക്കൾക്ക് ഉപയോഗിക്കാൻ തുറന്നുകൊടുത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ വളരെ കാലമായി അവരെ സുഹൃത്തുക്കളും സഹോദരന്മാരായി കണക്കാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ അവരുടെ രാജ്യത്തിന്റെ ഭൂമി ശത്രുക്കൾക്ക് ചൂഷണം ചെയ്യാൻ അനുവദിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇറാനും UAEയും തമ്മിലുള്ള വാക്പോരിന് വേദിയായി മാറിയിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൻ അൽ മരാറും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായതാണ് റിപ്പോർട്ടുകൾ. യുദ്ധത്തിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UAEയിൽ രഹസ്യ സന്ദർശനം നടത്തിയതായുള്ള വിവരം പുറത്തെത്തിയതിൽ തുടങ്ങിയ ഉരസൽ രൂക്ഷമായി. യോഗത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ഇസ്രയേലും അമേരിക്കയും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും ഇറാൻ അനധികൃത വിപുലീകരണവാദത്തിന്റെയും യുദ്ധക്കൊതിയുടെയും ഇരയാണെന്നും അബ്ബാസ് അരാഗ്ചി ആരോപിച്ചു. പാശ്ചാത്യ മേധാവിത്വത്തെ ചെറുക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ UAE മന്ത്രി രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ഇതിന് മറുപടിയായി തങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് UAE മണ്ണ് വിട്ടു നൽകുകയാണെന്ന് ഇറാൻ ആരോപിച്ചു. ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ചൊല്ലി കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്ന് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാൻ ബ്രിക്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരടങ്ങിയ കൂട്ടായ്മ 2024-ൽ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE എന്നിവരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ചിരുന്നു. 2025-ൽ ഇന്തോനേഷ്യയും അംഗമായി. അംഗരാജ്യങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച ഒരു സംയുക്ത പ്രഖ്യാപനം നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇറാനും UAEയും തമ്മിലുള്ള ഭിന്നത ബ്രിക്സിന്റെ ഐക്യത്തിന് വലിയൊരു പരീക്ഷണമായി മാറിയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വെറും 2 ദിവസം കൊണ്ട് തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ചൈന സന്ദർശനത്തിനു ശേഷം നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. തങ്ങൾ ഇറാനെ ശക്തമായി തന്നെയാണ് നേരിട്ടതെന്നും എന്നാൽ അവരുടെ വൈദ്യുതി സംവിധാനങ്ങളും പാലങ്ങളും തകർക്കാതെ നിലനിർത്തിയത് അമേരിക്കയുടെ മര്യാദ കൊണ്ടാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എങ്കിലും യുദ്ധത്തേക്കാൾ സമാധാനപരമായ ചർച്ചകൾക്കാണ് താൻ മുൻഗണന നൽകുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.